ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഖാലിദ് ജമീലിന്റെ ടീം ഇന്ത്യ വളരെ പരിതാപകരമായ പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ 3 സൗഹൃദ മത്സരങ്ങൾ ടീം ഇന്ത്യ കളിച്ചു കഴിഞ്ഞു. യൂണിറ്റി കപ്പിൽ 2 മത്സരങ്ങൾ കളിച്ചു, രണ്ടിലും പരാജയപ്പെട്ടു. ജമൈക്ക ആദ്യം എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഇന്ത്യയെ തോൽപ്പിച്ചു. അതിനുശേഷം സിംബാബ്വേയോട് 1 ഗോളിന് ഇന്ത്യ പരാജയപ്പെട്ടു. അതായത് 4 ടീമുകൾ പങ്കെടുത്ത കോമ്പറ്റീഷനിൽ ഇന്ത്യ 4ാം സ്ഥാനമാണ് സ്വന്തമാക്കിയത്. പിന്നീട് താജിക്കിസ്ഥാനോട് ഒരു സൗഹൃദ മത്സരം കളിച്ചു, 1-നെതിരെ 3 ഗോളുകൾക്ക് ഇന്ത്യ പരാജയപ്പെട്ടു. ഇനിയിപ്പോൾ നാളെ താജിക്കിസ്ഥാനോട് മറ്റൊരു മത്സരം ഇന്ത്യക്ക് കളിക്കേണ്ടി വരികയാണ്. ഏതായാലും കളിച്ച 3 മത്സരങ്ങളിലും പരാജയപ്പെട്ടതോടുകൂടി ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യ പിറകിലേക്ക് കൂപ്പുകുത്തിയിട്ടുണ്ട്. അതായത് ഇതുവരെ 136ാം സ്ഥാനത്തായിരുന്നു ടീം ഇന്ത്യ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 3 സ്ഥാനം പിറകിലേക്ക് പോവേണ്ടി വന്നു. 139ാം സ്ഥാനത്താണ് നിലവിൽ ടീം ഇന്ത്യയുള്ളത്. മാധ്യമങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നിലവിൽ ഫിഫയുടെ റാങ്കിങ് അത് ലൈവ് റാങ്കിങ് ആണ്. ഓരോ മത്സരം കഴിഞ്ഞ ഉടൻ തന്നെ റാങ്കിങ് നമുക്ക് ലഭിക്കും. അങ്ങനെ 139ാം സ്ഥാനത്താണ് ടീം ഇന്ത്യ ഉള്ളത്. ഓരോ മത്സരം കൂടുന്തോറും ഇന്ത്യ പിറകിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ നാളത്തെ മത്സരത്തിൽ താജിക്കിസ്ഥാൻ തന്നെയാണ് ഇന്ത്യയുടെ എതിരാളികൾ. നാളെ രാത്രി ഇന്ത്യൻ സമയം 8:30 ഈ സൗഹൃദ മത്സരം നടക്കുക. ഈ മത്സരത്തിൽ കൂടി പരാജയപ്പെട്ടാൽ ഇന്ത്യക്ക് ഇനിയും പിറകോട്ട് പോവാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.